ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും പപ്പായ വെച്ചിട്ടുള്ളൊരു ഉഗ്രൻ കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടിയാണ്. അത്ര ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഇത് നമുക്ക് ഡിന്നറിനും അതുപോലെ ലഞ്ചിനും ഒരുപോലെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ പപ്പായ വെച്ചിട്ടുള്ള റെസിപ്പീസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ബാക്കത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണട്ടോ. നല്ല അടിപൊളി റെസിപ്പീസാണ്. ഒക്കെ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഒരു പപ്പായ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ദിവസം വെറൈറ്റി ആയിട്ട് ഡിഷ് ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ പപ്പായ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പപ്പായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. കുറച്ച് വലുപ്പമുള്ളൊരു പീസായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ടൊരു മസാല തയ്യാറാക്കണം. തേങ്ങയൊക്കെ വറുത്തിട്ടാണ് ആ മസാല തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല, മുഴുവനോടുള്ള ഉഴുന്നാലും കുഴപ്പമില്ല. ഉഴുന്ന് എന്തായാലും ചേർക്കണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവയുടെ ഫ്ലേവർ ഇതിലോട്ട് നല്ല ഒരു ടേസ്റ്റാണ്. പക്ഷേ ഉലുവ അളവ് കൂടി പോകരുത് കേട്ടോ. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മാത്രം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് നല്ല ഒരു സ്മെല്ല് വരണം. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 5 or 6 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇതിലോട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 or 3 ചുവന്നുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി നല്ല പോലെ ഒന്ന് വറുത്ത് നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചുവന്ന മുളക് ആഡ് ചെയ്യാം. ചുവന്ന മുളക് ഒരു 5 or 6 ചുവന്ന മുളകാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളകും കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരുവിയതിന് ശേഷം ഞാൻ ഗ്രൈൻഡറിലിട്ട് ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അത് 3/4 കപ്പ് വരെ മതിയാകും, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. ഇനി തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ നല്ല പോലെ ഒന്ന് വറവായി വരണം. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മസാലപ്പൊടികൾ ആദ്യം മുളക് പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പൊടികൾ ഇടുമ്പോൾ. ഇപ്പോൾ ഇത് നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ പൊടിച്ചെടുത്ത ഗ്രൈൻഡർ ഉണ്ടല്ലോ, അത് കഴുകാതെ വെച്ചിട്ടുണ്ട്, അതിൽ തന്നെ അരച്ചെടുത്താൽ മതി. ഇനി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇത്ര വേണ്ട കേട്ടോ, അത് ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തതാണ്. ഇത് നമ്മൾ എടുത്ത് വെച്ച ഈ ഒരു കട്ട് ചെയ്ത് വെച്ച പപ്പായ പീസസ് ഉണ്ടല്ലോ, ഇത് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഒന്നുകൊണ്ട് വാട്ടിയെടുത്താൽ മതി, കൂടുതലായിട്ട് വേവിക്കൊന്നും വേണ്ട. അതിൻ്റെ ആ ഒരു പപ്പായയുടെ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3 or 4 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഈ പാനിൽ നിന്നും മാറ്റാം. അത് മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഏകദേശം ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടായാൽ മതി. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി നല്ലപോലെ മൂത്ത് സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളിയോളം ആണ് കേട്ടോ. നല്ല വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചുവന്നുള്ളി 2 എണ്ണം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു പകുതി ഭാഗം സവാളയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടുതൽ വേണ്ട കേട്ടോ. വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതിയാവും, ചെറുതാണെങ്കിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ പച്ച മണം ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ അരച്ച മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളമാണോ വേണ്ടത് അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എനിക്കിവിടെ തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് ലൂസായിട്ടുള്ളതാണെങ്കിൽ വേണ്ടതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഉപ്പൊക്കെ ഒന്ന് പാകാണോ എന്ന് നോക്കാം. നല്ല പോലെ തിള വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പപ്പായ പീസസ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നോക്കിയാൽ മതി. പപ്പായ പീസസ് കുറച്ച് വലിയ പീസായതുകൊണ്ട് കുറച്ച് സമയം വെക്കേണ്ടി വരും. ഒരു 10 മിനിറ്റ് വരെ വെക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി 10 മിനിറ്റിന് ശേഷം ഞാൻ ഇപ്പോൾ തുറക്കുന്നുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇടയ്ക്കൊന്നൊരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിൽ അത്ര ഇളക്കി കൊടുക്കണം, അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാകത്തിൽ വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നോക്കണം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് അതിൻ്റെ പാകം. കഷ്ണം വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലേക്ക് കൂടി തൂവിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഇത് പപ്പായ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കും മനസ്സിലാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ സാധാ ചോറിൻ്റെ കൂടെയൊക്കെ ഉഗ്രൻ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തിനും ഡിന്നറിനും കൂടി സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.